ഹായ്, ഇന്ന് ഞാനൊരു ട്രെസ് ലെച്ചസ് കേക്ക്, ഒരു ചോക്ലേറ്റ് ട്രെസ് ലെച്ചസ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അത് എൻ്റെ അനിയത്തിയുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വീഡിയോയും കൂടെ എടുക്കാമെന്ന് വെച്ചു. വളരെ ഈസിയാണ്. നമുക്ക് ഈ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ഐസിങ്ങും ആ സംഭവങ്ങളൊന്നും വലിയ കഷ്ടപ്പാടില്ല. വളരെ ടേസ്റ്റിയാണ്, സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയുമാണ്. അപ്പോൾ ഞാൻ ഫുൾ കേക്ക് ഉണ്ടാക്കി എല്ലാം ചെയ്തു. പക്ഷേ ഇനി പുറത്ത് ക്രീം വയ്ക്കേണ്ടതുണ്ട്. അതവിടെ പോയിട്ടേ ചെയ്യുന്നുള്ളൂ. കാരണം അതല്ലെങ്കിൽ വെളിയിൽ വണ്ടിയിൽ വെച്ച് ഇത് വെളിയിൽ വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പം സാധനങ്ങളൊക്കെ കിട്ടാനും കുറച്ച് പ്രയാസമുണ്ട്, എല്ലാ സാധനങ്ങളും. അതുകൊണ്ട് ഈ കേക്ക് ഉണ്ടാക്കാൻ വലിയ കഷ്ടപ്പാടൊന്നുമില്ല. സാധനങ്ങളൊക്കെ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. നമുക്കിപ്പോൾ കുട്ടികളുടെ ബർത്ത്ഡേക്കോ എങ്ങാനും ഇതുപോലെ എളുപ്പം ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ഡെസേർട്ടായിട്ട് യൂസ് ചെയ്യുക, അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം. നമുക്ക് പായസം അങ്ങനെയൊന്നും വേണ്ട. അങ്ങനത്തെ ഈ കേക്ക് തന്നെ മതി ഡെസേർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം കേക്കിനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. അതാദ്യം പറഞ്ഞ ശേഷം പിന്നെ അടുത്ത ബാക്കി സ്റ്റെപ്പ് വരുമ്പോൾ ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കാണിക്കാം. ആദ്യം വേണ്ടത് മുട്ട 4 മുട്ടയാണ്. 4 എഗ്സ് ആണ്. പിന്നെ 1 കപ്പ് മിൽക്കാണ്. ഇത് സാദാ പാല്, കാച്ചാത്ത പാലാണ്. പിന്നെ 3/4 കപ്പ് കൊക്കോ പൗഡർ, 1/2 കപ്പ് ഓയിൽ, 1 ടീസ്പൂൺ വാനില എസൻസ്, 1/4 ടീസ്പൂൺ salt, 2 tablespoon coffee powder, 2 teaspoon baking powder, 1 teaspoon baking soda, 1.5 cup അല്ലെങ്കിൽ 320 അല്ലെങ്കിൽ 300 മതി ഷുഗർ. 300 ഗ്രാം ഷുഗർ അല്ലെങ്കിൽ 1.5 കപ്പ് ഷുഗർ. ഇത് 240 ഗ്രാംസ് ഫ്ലവർ അല്ലെങ്കിൽ 2 കപ്സ് ഓഫ് ഫ്ലവർ. അത്രയുമാണ് വേണ്ടത്. അപ്പോൾ ഇത് 2 കപ്സ് ഓഫ് ഫ്ലവർ എന്ന് വെച്ചാൽ 240 ഗ്രാമാണ്. ഇത് 1.5 കപ്പ് ഷുഗറാണ്. ഏകദേശം 300, പിന്നെ കുറച്ചുകൂടി വരും, 390 അങ്ങനെ വരും. ഇത് 4 എഗ്സ്. അത് കണക്ക് തെറ്റിപ്പോണ്ടിരിക്കാൻ ഞാൻ ഒന്നുകൂടെ പറഞ്ഞത്. പിന്നെ ഇത് 3/4 കപ്പ് കൊക്കോ. ഇത് നല്ല ഡാർക്ക് കേക്കാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അത്രയും ഡാർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിനെ 1/2 കപ്പ് ചേർത്താലും മതി. അപ്പോൾ നമുക്ക് ആദ്യം ഫ്ലവറിൽ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനത്തെ വിസ്ക് വെച്ച് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്യണം. സ്പൂൺ വെച്ച് മിക്സ് ചെയ്യരുത്. കാരണം ഇതെല്ലാ ഭാഗത്തും ഒരുപോലെ ചെല്ലാനാണ്. അതല്ലെങ്കിൽ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നിങ്ങളൊന്ന് അരിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ ചേർക്കാം. ഇതിലേക്ക് ഷുഗർ പൗഡർ, ഇതിൽ ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ഞാൻ മാറ്റി വയ്ക്കുകയാണ് ഇത് ക്രീം ബീറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ. ഇതൊരു ഫ്ലേവർ, നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഫി പൗഡർ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അളവ് കുറയ്ക്കാം. 1 ടീസ്പൂൺ ചേർത്താലും മതി. പക്ഷേ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും. കോഫി പൗഡർ നേരത്തെ ഇതിലെടുത്ത് വയ്ക്കരുത്, ഇങ്ങനെ ഒട്ടിപ്പോവും. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത് എടുത്ത് വെച്ചത്. നിങ്ങളൊരു ബൗളിലെങ്ങനെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അതങ്ങ് ഒട്ടിപ്പോവും. ആ എടുക്കുന്ന സമയത്ത് മാത്രമേ കോഫി പൗഡർ ഓപ്പൺ ചെയ്തെടുക്കാവൂ. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ സോൾട്ട് ഒരു 1/4 ടീസ്പൂൺ മതി. ചിലരിത് നല്ലോണം സോൾട്ട് ചേർക്കും. നമ്മുടെ ഇവിടെയൊക്കെ നമുക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല, സോൾട്ടിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമില്ല. അതുകൊണ്ട് 1/4 ടീസ്പൂൺ. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കത് ഒത്തിരി ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു വിസ്ക് വെച്ചിട്ട് അടിച്ചാലും മതി. ആദ്യം നമുക്ക് മുട്ടഞ്ഞ എളുപ്പത്തിന് വേണ്ടിയിട്ട് ബീറ്റർ യൂസ് ചെയ്യണം. ഒത്തിരി ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല.
മുട്ട ഒന്ന് ബീറ്റ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി പാല്, നല്ല കട്ടിപ്പാലായിരിക്കണം. ഈ എണ്ണ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഓയിലാണ്. ഇനി ഈ മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു നല്ലൊരു വലിയ കേക്കിനുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പകുതി ടിന്ന് ചെറുതാണ് അല്ലെങ്കിൽ പകുതി മതിയെങ്കിൽ ഇതിനെല്ലാ മെഷർമെൻറ്റും ഹാഫാക്കി അങ്ങനെ യൂസ് ചെയ്യാം. നല്ല ടൈപ്പ് കൊക്കോ പൗഡർ വാങ്ങണം. മുമ്പ് ഞാൻ പല റെസിപ്പിയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നല്ല ക്വാളിറ്റി കൊക്കോ പൗഡർ വാങ്ങണം, അല്ലെങ്കിൽ കളറ് എല്ലാം കുറഞ്ഞിരിക്കും. ഈ പാൻ, ഇത് വലിയൊരു പാനാണ്. ഇത് ഞാൻ എടുത്തത്, ഞാനിത് കാറിൽ വെച്ച് കൊണ്ടുപോകുമ്പോൾ അത് വെളിയിലേക്ക് വരാതിരിക്കാനാണ്. നമ്മൾ ഏകദേശം ഇത്രയും ഫില്ല് ചെയ്ത് വരും. കാരണം കേക്ക് അതിൻ്റെ പുറത്ത് ഐസിങ് പോലെ ചെയ്യണം. അപ്പോൾ അതിനാണ് ഞാൻ ഇത്രയും വലുത്. ഇത് നോൺ സ്റ്റിക്കാണ്. ഇതിൽ ശരിക്കും ബട്ടർ പേപ്പർ വയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ട്രെസ് ലെച്ചസ് കേക്കിന് നമ്മൾ എടുത്തിട്ട് പിന്നെ അതിനകത്ത് തന്നെ നമ്മൾ ഇതൊക്കെ പാലെല്ലാം ഒഴിക്കണമല്ലോ, മിൽക്ക് മിക്സ്ചറൊക്കെ ഒഴിക്കണം. അപ്പോൾ അതുകൊണ്ട് എളുപ്പം ചൂടോടെ നമുക്ക് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബട്ടർ പേപ്പർ വയ്ക്കുന്നത്. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ ചൂടായിട്ട് തന്നെ അതിൻ്റെ പുറത്ത് നമ്മൾ ആ പാലിൻ്റെ മിക്സ് ഒഴിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബട്ടർ പേപ്പർ വയ്ക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വെറുതെ ഉണ്ടാക്കി കഴിക്കാനാണെങ്കിൽ ഇപ്പോൾ ബട്ടർ പേപ്പറിൻ്റെ ആവശ്യമില്ല. അത് നോൺ സ്റ്റിക്ക് പാനാണ്. കുറച്ച് വെളിയിലേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം ബട്ടർ പേപ്പർ ഇടാൻ. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇങ്ങനെ തൂക്കിയെടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ അകത്തായി പോയാൽ നമുക്ക് എടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ എളുപ്പത്തിനായിട്ടാണ് ഞാനിങ്ങനെ വെളിയിലേക്ക് കുറച്ചിങ്ങനെ നിൽക്കുന്ന രീതിയിൽ ബട്ടർ പേപ്പർ ഇടുന്നത്. ഞാനിത് വെട്ടുന്നതൊക്കെ കാണിക്കുന്നത് കുറച്ച് പേര് അറിഞ്ഞൂടാത്തവരുണ്ടല്ലോ, അവർക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ സൈഡ് മടങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഭാഗത്ത് ഒരു വെട്ട് കൊടുക്കണം. അല്ലെങ്കിൽ അവിടെ മടങ്ങി വന്നിട്ട് കേക്കിന് ഒരു ഷേപ്പില്ലാണ്ട് വരും. അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ ആക്കി വയ്ക്കാം. കണ്ടോ, ഇതുപോലെ ആക്കി വയ്ക്കാം. ഇനി ഈ ബട്ടർ പേപ്പറിലും കൂടെ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പാനിൽ ഒഴിച്ചു. ഒരു കാൽഭാഗമേ ഉള്ളൂ, പക്ഷേ ഇത് പൊങ്ങി വരും കുറച്ചുകൂടി. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ ഞാനിത് ബേക്ക് ചെയ്യാൻ വെച്ചു. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിൽ വെച്ചുണ്ടാക്കാം. ചെറിയ അളവ് കുറയ്ക്കണം എന്നേ ഉള്ളൂ. 2 പ്രാവശ്യമായിട്ട് ചെയ്താലും മതി. അപ്പോൾ ഇത് ഏകദേശം 175 ഡിഗ്രിയിൽ ഒരു ഏകദേശം 30 മിനിറ്റ് ആകുമ്പോൾ നോക്കണം. ഇനി നമുക്ക് കേക്ക് എടുത്ത ശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് ഒരു മിക്സ് ഒഴിക്കണം. പാലിൻ്റെ ഒരു മിക്സാണ്. അതിലാദ്യം വേണ്ടത് കണ്ടൻസ് മിൽക്ക്. ഇത് കണ്ടൻസ് മിൽക്ക് വേണമെന്ന് നിർബന്ധമില്ല. അതിന് പകരം ഷുഗർ ചേർത്തിട്ട് പാല്, പിന്നെ എവാപ്പറേറ്റഡ് മിൽക്ക്, ക്രീം അങ്ങനെ ചേർത്താലും മതി. അതല്ല, അത് എവാപ്പറേറ്റഡ് മിൽക്ക് ഇല്ല എന്നുള്ളവർക്ക് വെറും പാലും ക്രീമും ചേർത്താലും മതി. അങ്ങനെ നിർബന്ധമായിട്ട് ഇനി 3 സാധനം തന്നെ വേണമെന്നില്ല. പക്ഷേ പാല് വേണം. അപ്പോൾ ഏതെങ്കിലും ഒരു സാധനം കുറയുമ്പോൾ അതിന് പകരം പാല് ചേർത്താലും മതി. അപ്പോൾ മധുരം ചേർക്കണം. കണ്ടൻസ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ മധുരം ചേർത്തോണം. ഇതിൽ ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്കേ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം അത് കേക്ക് നല്ല മധുരമുണ്ട്. എനിക്ക് കൂടുതൽ മധുരം വേണ്ട എന്നുള്ളത് കൊണ്ടാണ് 1/3 വരെ എടുക്കാം. പിന്നെ വേണ്ടത് ക്രീമാണ്. നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഏത് ക്രീമാണെങ്കിലും അത് ചേർക്കാം.
അതിന് മുമ്പ് ആദ്യം നമുക്ക് കൊക്കോ പൗഡർ കുറച്ച്, ഒരു കൊക്കോയുടെ ഫ്ലേവർ വേണമല്ലോ, ഇത് കൊക്കോയുടെ ട്രെസ് ലെച്ചസ് കേക്കാണ്. അപ്പോൾ കുറച്ച്, ഞാൻ ഒത്തിരി ചേർക്കുന്നില്ല, നല്ല ഡാർക്ക് ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ ഏകദേശം 3/4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇത് അത്ര ഡാർക്കായിട്ടുള്ള കൊക്കോ പൗഡർ അല്ല. ഇതിനെ ആദ്യം കണ്ടൻസ് മിൽക്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമുക്കിതിലേക്ക് ഈ ക്രീം അരക്കപ്പ് വേണ്ട, ഒരു അരക്കപ്പിൻ്റെ ഏകദേശം 3/4 വരുന്ന ഭാഗം ഞാൻ ഒഴിച്ചു. നമുക്ക് വേണമെങ്കിൽ ക്രീം അരക്കപ്പ് ചേർക്കാം. ഇനി നമുക്ക് പാലൊഴിക്കാം. ഇതിൽ തന്നെ നമുക്ക് പാൽ അളന്നൊഴിക്കാം. ചിലരിത് തിളപ്പിച്ച് ഉപയോഗിക്കുന്നുണ്ട്, ചിലർ നല്ല തണുപ്പിച്ചിട്ട് ഇതിലൊഴിക്കുന്നുണ്ട്. ഓരോരുത്തർ ഓരോ മാതിരി റെസിപ്പികളാണ് കാണിക്കുന്നത്. ഏകദേശം 3/4 കപ്പ് പാല് ഞാൻ ഒഴിച്ചു. ഇതിനി നമുക്ക് കേക്ക് എടുത്ത ശേഷം അതിൻ്റെ പുറത്തൊഴിക്കാം. നമ്മുടെ കേക്ക് റെഡിയായി. ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ബട്ടർ പേപ്പർ ഇങ്ങനെ ഇട്ട് ഈസിയായിട്ട് നമുക്ക് എടുക്കാം. ഇതിപ്പോൾ നല്ല ചൂടാണ്, പക്ഷേ നമ്മളിപ്പോൾ ബട്ടർ പേപ്പർ ഇട്ടില്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം. കുറച്ച് ഞാൻ ആ ബട്ടർ പേപ്പറിനെ ഇളക്കി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വീണ്ടും ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ എടുത്ത് മാറ്റി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, കാരണം ഇനി അത് ചൂടായിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഇങ്ങനെ ഇതിനകത്ത് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കണം. ഈ പാലിൻ്റെ മിക്സ് അകത്ത് ഇത് ഞാൻ ഇങ്ങനെ ഫോർക്ക് വെച്ച് കുത്തി കൊടുത്തു. അകത്തെല്ലാം മിക്സ്ചർ അകത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പാലിൻ്റെ മിക്സ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ സൈഡിലും വരുന്ന രീതിയിൽ വേണം ഒഴിക്കാൻ. ഇത് പാലിൻ്റെ മിക്സ് ഇതിനകത്ത് ഒഴിച്ചു. ഇത് കുറച്ച് സമയം നമ്മൾ ഇതിൽ പിടിക്കാനായിട്ട് വെക്കണം. ഒരു 1 മണിക്കൂറെങ്കിലും നമ്മൾ വെച്ചേക്കണം. നമുക്ക് ഈ ക്രീമിനെ ഒന്ന് അടിക്കണം. അതിൽ ഒരു ഏകദേശം 300 ml ക്രീമാണ്. ഇതൊരു 2 ടേബിൾ സ്പൂൺ ഷുഗർ, കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഈ ഷുഗർ കൂടെ ഇതിലിടാം. ബൗളും തണുപ്പിക്കണം, പിന്നെ ബീറ്ററിൻ്റെ ഈ ഭാഗവും തണുപ്പിക്കണം. എന്നാലേ അല്ലെങ്കിൽ പിരിഞ്ഞു പോവും ക്രീം. കുറച്ച് വാനില എസൻസ് കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇതിനെ ശരിക്കും തണുപ്പിക്കണം, പക്ഷേ തണുപ്പിക്കാനുള്ള സമയമില്ല. ഒരു 4 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. നമ്മുടെ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. അനിയത്തിയാണ്, അനിയത്തിയുടെ മദറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ കേക്ക് വളരെ സോഫ്റ്റ് കേക്കാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കമൻസ് അറിയിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ.